അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് അങ്ങ് വയനാട്ടിലേക്കാണ്. ഒരു കൃഷിസ്ഥലം കാണാനാണ്. കൃഷി ചെയ്യുന്നത് കേരളത്തിന് അത്ര പരിചിതമല്ലാത്ത ചൗ ചൗ എന്ന പച്ചക്കറിയാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വെറൈറ്റി ഉണ്ടല്ലേ. മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ പച്ചക്കറിക്ക് വലിയ സ്വീകാര്യതയുണ്ട്. ചൗ ചൗ വിപണനം നടത്തി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന വയനാട് വടുവഞ്ചാലിലെ കച്ചിറയിൽ കുടുംബത്തിലേക്കാണ് സുർജിത് അയ്യപ്പത്തും സംഘവും നമ്മളെ കൊണ്ടുപോകുന്നത്. ഇന്ന് വയനാട്ടിൽ റൈഡിംഗ് റിപ്പോർട്ടർ എത്തി നിൽക്കുന്നത് ചോലാടി പുഴയുടെ തീരത്താണ്. ഇവിടെ ഒരു കൃഷി കുടുംബമുണ്ട്, കച്ചിറയിൽ കുടുംബം. ആ കുടുംബത്തെ കാണാനാണ്, അവരുടെ കൃഷി രീതിയെ കാണാനാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. കേരളത്തിൻ്റെ വയനാടൻ അതിർത്തി കടന്ന് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ഒരു പച്ചക്കറി ഇനമുണ്ട്. കേരളത്തിന് അത്ര പരിചയമുള്ള ഇനമല്ല, കാരണം നമ്മുടെ ഭക്ഷ്യശീലങ്ങളിൽ ഇത് ഉൾപ്പെട്ടിട്ടില്ല. വെള്ളരിയുടെ ജനസിൽപ്പെട്ട ചൗ ചൗ എന്നു പേരുള്ള ഒരു പച്ചക്കറി ഇനമാണത്. അതിൻ്റെ കാഴ്ചകൾ തേടിയാണ്, അതിൻ്റെ വിശേഷങ്ങൾ തേടിയാണ് നമ്മൾ പോകുന്നത്. ചൗ ചൗ കൃഷി കൊണ്ട് വിജയം കൊയ്ത ഒരു കുടുംബമുണ്ട് വയനാട് വടുവഞ്ചാലി. കച്ചറയിൽ രാജു, ബിന്ദു എന്നിവരാണ് ഈ ദമ്പതിമാർ. അവരുടെ മക്കളും ഈ കൃഷിയിൽ വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഒരേക്കറിൽ നിന്നാണ് 8 വർഷം മുമ്പ് ഈ കുടുംബം ചൗ ചൗ കൃഷി തുടങ്ങിയത്. ഇന്നിപ്പോൾ 25 ഏക്കറിലാണ്. തമിഴ്നാട്ടിലും ഇവർക്ക് കൃഷിയുണ്ട്. ഒപ്പം തന്നെ വടുവഞ്ചാലിലെ തോട്ടത്തിലും ചൗ ചൗ വിളയുന്നുണ്ട്. 2 മക്കളുണ്ട് ഈ ദമ്പതികൾക്ക്, ജിതിനും റിതിനും. അവർക്ക് ഭാര്യമാരുമുണ്ട്, കുട്ടികളുമുണ്ട്. ഇവരെല്ലാം തന്നെ കൃഷിയോട് താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അഭ്യസ്ത വിദ്യരാണ് ഇവരെല്ലാം. ഇവർ ഇപ്പോഴും കൃഷിയെ മുറുകെ പിടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് തുടങ്ങുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ മാർക്കറ്റിങ്ങും കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ സഹോദരൻ ഗൂഡല്ലൂർ പ്രദേശത്ത് ചെയ്യുന്നുണ്ട് ചെറിയ രീതിയിൽ. അവൻ കുന്നൂർ ഊട്ടിയിൽ നിന്ന് വിത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ നട്ടത്. അപ്പം അവൻ പറഞ്ഞു ചെറിയ മാർക്കറ്റുണ്ട്, പിന്നെ നീ ചെയ്തു നോക്ക്, ഞാനിതിൻ്റെ വിപണനം പറയില്ല എന്ന് പറഞ്ഞു. എനിക്ക് പറയാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 1 ഏക്കർ സ്ഥലം എൻ്റെ ചെറിയ മോനും മൂത്ത മോനും കൂടെ കൂടി നമുക്ക് കൃഷി തുടങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് 1 ഏക്കർ സ്ഥലത്തേക്ക് അവൻ 1500 വിത്ത് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു. അങ്ങനെയാണ് നമ്മൾ തുടങ്ങുന്നത്. അതായത് തുടക്കത്തിൽ ഞങ്ങൾ ആദ്യം കർണാടക വാഴകൃഷി ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത്. അത് കാറ്റടിച്ച് പോയി കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം കൊണ്ടും പിന്നെയും ഡ്രോപ്പ് ഔട്ടായി പോയത്. പിന്നീടാണ് ഞങ്ങൾ ചെറിയ ലോണുകൾ കൊണ്ട് ഇത് 1 ഏക്കർ ചെയ്തിട്ട്, അന്ന് ഇത് വിൽക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മളൊരു 500 കിലോ വിൽക്കാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇത്. കാരണം വെച്ചാൽ കേരളത്തിൽ ഇത് ആരും ഉപയോഗിക്കില്ലായിരുന്നു. അങ്ങനെയാണ് നമ്മളിത് എക്സ്പോർട്ടേഴ്സിനെയും ആൾക്കാരെ തപ്പിയാണ് ഓരോരുത്തരെ കണ്ടെത്തിയത്. ഇന്നിപ്പോൾ നമുക്കതൊരു വിപണനം ഒരു പ്രശ്നമേ ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1.5 ലക്ഷം കിലോ ഒരാഴ്ച വിൽക്കാൻ കഴിയുമെന്ന്. കേരളം ഒരു മാർക്കറ്റല്ല, വിപണിയല്ല. നമ്മൾ തമിഴ്നാട്, കർണാടക ബേസ് ചെയ്തിട്ടാണ് ഇത് അയക്കുന്നത്. കൂടുതൽ അയക്കുന്നത് മേട്ടുപ്പാളയം, മൈസൂർ, ബാംഗ്ലൂർ, ദിണ്ടിക്കൽ, ചെന്നൈ ഈ സ്ഥലങ്ങളിലേക്കാണ്, നമ്മൾ മാർക്കറ്റുകളിലേക്കാണ് സാധനം കൂടുതൽ അയക്കുന്നത്. ഇതിനൊരു തണുപ്പ് ക്ലൈമറ്റാണ് ഇതിനാവശ്യം. ഇത് മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് ഊട്ടി, കുന്നൂർ മേഖലയിലാണ്. അപ്പോൾ നമ്മൾ വയനാട് നമ്മുടെ സൈഡ് കുഴപ്പമില്ല. നമ്മളും ഏകദേശം തമിഴ്നാട് ബോർഡറായിട്ട്, നീലഗിരിയായിട്ട് ബോർഡർ ചെയ്യുന്ന സ്ഥലമാണ്. നമുക്കിവിടെ ടെമ്പറേച്ചർ വലിയ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇതിന് പ്രശ്നങ്ങളുണ്ടാവാം.
ഒറ്റ തൊഴിലാളിയിൽ നിന്നാണ് ഇവർ ഈ കൃഷിരീതി തുടങ്ങിയത്. ഇപ്പോൾ ഇവർക്ക് ഒട്ടനവധി തൊഴിലാളികളുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. നിരവധി പേർക്ക് ഇവർ തൊഴിൽ നൽകുന്നുണ്ട്. ഈ ചൗചൗവിന് പല പേരുകളുണ്ട്. ചയോട്ട, അതോടൊപ്പം തന്നെ ബാംഗ്ലൂരു വെങ്കായ, ഇഷ്കൂസ്, ദാസ് ഗൂസ്, ഒപ്പം തന്നെ ശീമവെള്ളരിക്ക, അങ്ങനെ വൈവിധ്യമാർന്ന പേരുകൾ ഇതിനുണ്ട്. കേരളത്തിലെവിടെയും അങ്ങനെ വ്യാപകമായി ഇത് ഉപയോഗിക്കുന്നില്ല. കേരളത്തോട് അതിർത്തി കടന്നുള്ള അപ്പുറത്തുള്ള പ്രദേശങ്ങളിൽ, കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ഒക്കെ ഭാഗങ്ങളിലൊക്കെ ഇത് സാമ്പാറിലടക്കം ഉപയോഗിക്കുന്നുണ്ട് ഈ പച്ചക്കറി. കൃഷിയോടുള്ള ഒടുങ്ങാത്ത ആഗ്രഹവും അർപ്പണബോധവും തന്നെയാണ് കച്ചുറയിൽ കുടുംബത്തിൻ്റെ ഈ വിജയഗാഥയ്ക്ക് പിന്നിൽ. റൈഡിംഗ് റിപ്പോർട്ടർ മറ്റൊരു കാഴ്ച തേടി യാത്ര തുടരുന്നു. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. അപ്പോൾ ഏതായാലും കച്ചറയിൽ കുടുംബത്തിൻ്റെ ഒരു കറേജിയസ് ആയ തീരുമാനമാണ്. കാരണം ആദ്യം ഇത് തുടങ്ങുമ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്വീകരിക്കപ്പെടാത്തൊരു വിഭവം അല്ലെങ്കിൽ ഒരു പച്ചക്കറി അതിന് വിപണന സാധ്യത കണ്ട് ഇപ്പോൾ വിപണി പ്രശ്നമേ അല്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നവർക്കൊരു പ്രചോദനമാകട്ടെ. ഒരുപാട് പേര് ഈ ചൗചൗവിൻ്റെ വേറെ പേരുകളൊക്കെ പറയുന്നുണ്ട്. ശീമ കത്തിരിക്ക എന്ന് സൂരജ് പറയുന്നു. ഇത് ചൗചൗ സാമ്പാർ എന്നുള്ളതാണെന്ന് ബഷീർ പറയുന്നു. ചൗച്ചിങ് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് എന്ന് പറയുന്നു. ഇത് നേരത്തെ എൻ്റെ വീട്ടിൽ ഒത്തിരി ഉണ്ടായിരുന്നു, വിറ്റിട്ടുണ്ടെന്ന് സുജാത. അപ്പോൾ ചൗച്ചിങ്ങ എന്ന് വസന്തകുമാരിയാണ് പറയുന്നത്. ഒരു വള്ളി പടർത്തിയാൽ തന്നെ ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ അങ്ങനെ ഭയങ്കര ഈൽഡുള്ള ഒരു വിഭവമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ കമൻസുമായിട്ട് ചേരുന്നുണ്ട്. അറിയാത്ത രുചികളൊക്കെ വേഗം വന്നോട്ടെ എന്ന് പവിത്രൻ പറയുന്നു. അപ്പോൾ അത് തന്നെ അറിയാത്ത രുചിയിലേക്കാണ്